ഹായ്. മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റുകൾ അത്യപൂർവമായി മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതിന് ഒരു കാരണം കൂടിയുണ്ട്. പ്രബുദ്ധരായ മലയാളികൾ നല്ലതിനെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. തുടർച്ചയായ 7 സൂപ്പർ ഹിറ്റ് വിജയങ്ങൾ അത് ഒരു നടന് മാത്രം അവകാശപ്പെടാവുന്നതാണ്. അതെ, പത്മശ്രീ ഭരത് മമ്മൂട്ടി. കാഴ്ച, ബ്ലാക്ക്, വേഷം, തൊമ്മനും മക്കളും, തസ്കരവീരൻ, രാപ്പകൽ, നേരറിയാൻ CBI എന്നീ 7 ചിത്രങ്ങളുടെ വൻ വിജയമാണ് അദ്ദേഹത്തിന്റെ ഫാൻസിനോടൊപ്പം ആഘോഷിച്ചത് ഈ കഴിഞ്ഞ നവംബർ 25 ദുബായിൽ. ആഡ്വ അഡ്വർടൈസിംഗും ഹിറ്റ് 96.7 FM ചേർന്ന് നടത്തിയ മമ്മൂട്ടി ഹിറ്റ് പരേഡ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു ഇത്. ഇതിന്റെ ഏറ്റവും വലിയ എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയുന്നത് ആരാധകർക്കിടയിൽ മമ്മൂട്ടി നടത്തിയ ഹെലികോപ്റ്റർ എൻട്രിയാണ്. വാണിജ്യരംഗത്ത് ദുബായ് എന്ന നഗരം സുവർണ നഗരിയായി മാറിക്കഴിഞ്ഞു. വിവിധ തുറകളിൽപ്പെട്ട വിവിധ സംസ്കാരങ്ങളിൽപ്പെട്ട ജനതയുടെ സ്വപ്ന നഗരിയാണ് ഇന്ന് ദുബായ്. ഇവിടുത്തെ ജനതയുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നതിനെ അധ്വാനത്തിലൂടെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യാത്ര വേഗതയോടെയാണ്. ഇങ്ങനെ നീങ്ങുന്ന മലയാള ജനതയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ഇവിടെ റേഡിയോ. ദുബായിൽ ശ്രവണമാധ്യമ രംഗത്തെ തരംഗമായി മാറിയ ഹിറ്റ് 96.7 FM അഡ്വർടൈസിംഗ് രംഗത്തെ വ്യത്യസ്തതയുടെ മുഖവുമായി എത്തിയ ആഡ്വ അഡ്വർടൈസിംഗും ഒരുമിക്കുന്ന ഒരു ധന്യമുഹൂർത്തത്തിന്റെ ആഘോഷമാണ് ഇനി വരുന്ന ഏതാനും നിമിഷങ്ങളിൽ നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ദുബായിലെ പ്രശസ്തമായ മംസാർ പാർക്ക്. മണൽ നഗരത്തിൽ പ്രകൃതി കനിഞ്ഞു നൽകിയ കരയും കടലും ഒരുമിക്കുന്ന ഈ പച്ചപ്പിലാണ് ഇവിടുത്തുകാർ ആഴ്ചയുടെ അവസാനങ്ങളിൽ കിട്ടുന്ന ഒഴിവുവേളകൾ ചിലവഴിക്കാനെത്തുന്നത്. 2005 നവംബർ 25 ഉച്ചതിരിഞ്ഞ് ഇവിടെ സാധാരണയിൽ കൂടുതലായ തിരക്കനുഭവപ്പെട്ടു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നാണ് മലയാളികളുടെ മനസ്സിനെ ജയിച്ച ഒട്ടനവധി കഥാപാത്രങ്ങളെയും മുഹൂർത്തങ്ങളെയും സമ്മാനിച്ച മെഗാസ്റ്റാർ മമ്മൂട്ടി ആരാധകരെ കാണുവാനായി നേരിട്ടെത്തുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം മലയാള സിനിമയിലെ ഒരു ചരിത്ര ദിവസമായി മാറുന്നത്. ദുബായിലെ മംസാർ പാർക്കിൽ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് കൈയടിച്ച തന്റെ ആരാധകരെ ഇന്ന് മെഗാസ്റ്റാർ നേരിട്ട് കാണുവാൻ മംസാർ പാർക്കിലെത്തുന്നു. സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള തങ്ങളുടെ സൂപ്പർ താരത്തിനെ നേരിട്ട് കണ്ട് ഈ സംരംഭത്തിൽ ഭാഗമാകാനുള്ള ആവേശം മംസാർ പാർക്കിൽ വരവേൽക്കാൻ നിന്നിരുന്ന ഓരോ വ്യക്തിയുടെ മുഖത്ത് കാണാമായിരുന്നു. റേഡിയോ രംഗത്തെ പ്രമുഖരായ ഹിറ്റ് 96.7 FM ആഡ്വ അഡ്വർടൈസിംഗും ചേർന്നൊരുക്കിയ മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. ഈ വേളയിൽ കണ്ണിന് വിരുന്നൊരുക്കുന്ന ദൃശ്യങ്ങൾ ഒരുപാടുണ്ട്. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഹെലിപാഡാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ഇവിടെ നിന്നാണ് അദ്ദേഹം മംസാർ പാർക്കിൽ ഒത്തുകൂടിയിരിക്കുന്ന തന്റെ ആരാധകരെ കാണുവാൻ വേണ്ടി യാത്ര തുടങ്ങുന്നത്. ക്യാപ്റ്റൻ നൌഷദ് ആൻഡ് ക്രൂവിന്റെ നേതൃത്വത്തിൽ ട്രൈറ്റൻ അവിയേഷന്റെ പ്രത്യേകം സജ്ജീകരിച്ച ഹെലികോപ്റ്ററിൽ യാത്ര ആരംഭിക്കുവാനായി ഓറഞ്ച് കളർ ടീഷർട്ടും ബ്ലൂ ജീൻസും അണിഞ്ഞ മെഗാസ്റ്റാർ ഹെലിപാഡിലെത്തി. ഇവരുടെ സാന്നിധ്യത്തിൽ മെഗാസ്റ്റാർ ഹെലികോപ്റ്ററിലേക്ക് നടന്നെടുക്കുമ്പോൾ സ്ക്രീനിലെ അദ്ദേഹത്തിന്റെ ഹൈഫൈ ക്യാരക്ടേഴ്സിന്റെ പ്രൗഢി ഈ സന്ദർഭത്തിനും ഉണ്ടായിരുന്നത് സംശയമില്ലാത്ത വസ്തുതയാണ്.
ഹെലികോപ്റ്റർ യാത്രയിൽ ഹിറ്റ് 96.7 FM ആർജേസായ മായയുടെയും നൈലയുടെയും സാന്നിധ്യം മെഗാസ്റ്റാറിനൊപ്പമുണ്ടായിരുന്നു. തന്റെ ആരാധകരെ കാണാൻ തയ്യാറെടുക്കുന്ന ഈ യാത്രയിലും തന്റേതായ ശൈലി കാട്ടുകയാണ്. സാങ്കേതിക രംഗങ്ങളിൽ എന്നും ശ്രദ്ധ ചെലുത്താറുള്ള മമ്മൂട്ടി ട്രൈറ്റന്റെ ഈ കോപ്റ്ററിനെ കുറിച്ചും ക്യാപ്റ്റൻ ആൻഡ് ക്രൂവിൽ നിന്നും പ്രത്യേകം മനസ്സിലാക്കി. ദുബായിലെ ദ മോസ്റ്റ് ഹാപ്പനിംഗ് ലെഷർ പോയിന്റായ മംസാർ പാർക്കിൽ തയ്യാറെടുപ്പുകൾ ഉച്ചയോടെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ദുബായ് പോലീസ് സർവീസും 100 കണക്കിന് വരുന്ന സെക്യൂരിറ്റി ഗാർഡ്സും ഈ കാണുന്ന ഹെലിപാഡിൽ ട്രൈറ്റൻ അവിയേഷന്റെ മെഗാസ്റ്റാർ വന്നിറങ്ങുന്ന ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളെപ്പോലെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രംഗങ്ങൾ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. ആദ്യ ഹെലികോപ്റ്റർ യാത്രയുടെ എക്സൈറ്റ്മെന്റിലായിരുന്നു ആർജേസായ മായയും നൈലയും. അതിനേക്കാൾ ഉപരി തങ്ങൾ ഇഷ്ടപ്പെടുന്ന മെഗാസ്റ്റാറിനൊപ്പമുള്ള ഈ നിമിഷങ്ങൾ എക്കാലവും ഓർത്തുവെക്കാവുന്ന മുതൽക്കൂട്ടുകളാകുന്നു. മലയാളിയായ ക്യാപ്റ്റൻ നൌഷാദിന്റെയും കുറേക്കാലത്തെ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിയെ നേരിട്ട് കാണുക എന്നത്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിനൊപ്പമുള്ള ഈ യാത്രയിൽ മുഖ്യ പങ്കുവഹിക്കാൻ ക്യാപ്റ്റൻ നൌഷാദിനും കഴിഞ്ഞു. യാത്രയക്കാൻ വന്നവർക്കും ഹിറ്റ് 96.7 FM ആർജേസിനും ബെസ്റ്റ് വിഷസ് മെഗാസ്റ്റാർ നേർന്നുകൊണ്ട് പ്രയാണം തുടങ്ങുകയാണ്. മമ്മൂട്ടി ഹിറ്റ് പരേഡിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. ക്യാപ്റ്റൻ ആൻഡ് ക്രൂവിന്റെ ഫുൾ ഇൻസ്പെക്ഷന് ശേഷം കോപ്റ്റർ ടേക്ക് ഓഫിന് തയ്യാറെടുത്തു. മലയാളത്തിലെന്നല്ല ഇന്ത്യയിലെ മറ്റൊരു നടനും നേടാൻ കഴിയാത്ത നേട്ടത്തിന്റെ ആഘോഷങ്ങളിലെ അത്യപൂർവമായ തയ്യാറെടുപ്പ്. ഹിറ്റ് പരേഡിലേക്കുള്ള ആദ്യ ചുവടുവെപ്പിന്റെ ഈ നിമിഷത്തിൽ തന്നെ ഉയരങ്ങളിലെത്താൻ കാരണമാക്കിയ ആയിരക്കണക്കിന് വരുന്ന ആരാധകരെ പറ്റി അദ്ദേഹം ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഹിറ്റ് പരേഡിന്റെ വേദിയായ മംസാർ പാർക്കിലെ ഒരുക്കങ്ങളിലേക്ക് കണ്ണോടിക്കാം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മുഖംമൂടി അടിഞ്ഞുകൊണ്ട് ആരാധകരും 100ഓളം വരുന്ന ചിയർ ലീഡേഴ്സും ഹിറ്റ് 96.7 FMലെ ആർജേസ് ഇവരുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് സമൃദ്ധമായിരുന്നു അപ്പോൾ മംസാർ പാർക്ക്. ഉയരങ്ങളിൽ നിന്നുകൊണ്ട് ഉന്നതങ്ങളിലെത്തിയ ദുബായ് എന്ന നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ദുബായിയുടെ അഭിമാനത്തിന്റെ പ്രതീകമായ ഷെയ്ഖ് സായിദ് റോഡിലെ എമിറേറ്റ്സ് ടവേഴ്സ് ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ട് ആസ്വദിക്കുമ്പോൾ മെഗാസ്റ്റാറിന് അത് തീർത്തും വ്യത്യസ്തതയുള്ള കാഴ്ചയായിരുന്നു. കാരണം അനേകം തവണ ദുബായ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഈ അവസരം പ്രത്യേകത ഉള്ള ഒന്ന് തന്നെയാണെന്ന് മെഗാസ്റ്റാറും സമ്മതിക്കുന്നു. അത്ര കണ്ട് തന്റെ വിജയങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി തന്നെയായിരുന്നു മെഗാസ്റ്റാറിന്റെ ആരാധകർ ഒരുക്കിയ ഈ ആഘോഷം. ഈ നേരത്ത് ഹിറ്റ് 96.7 FMന്റെ ആർജെയായ മിഥുൻ ഈ സംരംഭത്തിൽ പങ്കാളികളായ ഹിറ്റ് എഫ്എമ്മിന്റെ മറ്റ് ആർജേസിനെ പരിചയപ്പെടുത്തുകയും മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ പ്രാധാന്യത്തെപ്പറ്റിയുമെല്ലാം കൂടെ നിന്നിരുന്ന ജനങ്ങളെ അറിയിച്ചു. ഈ ആഘോഷത്തിന് സന്ദർഭമൊരുക്കിയ 7 ഹിറ്റ് ചിത്രങ്ങൾ, അതിലെ കഥാപാത്രങ്ങളും ഈ സിനിമകളുടെ പ്രത്യേകതകളുമെല്ലാം വാക്കുകളാൽ എത്തിച്ചുകൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആയിരക്കണക്കിന് വരുന്ന ആരാധകരെ ഈ സായാഹ്നവേളയിലേക്ക് മിഥുൻ സ്വാഗതം ചെയ്തു. കോപ്റ്റർ യാത്രക്കിടയിൽ ആർജേസായ നൈലയും മായയും അദ്ദേഹത്തിന്റെ വിജയത്തിന് കളമൊരുക്കിയ 7 ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ പറ്റിയായിരുന്നു ചർച്ച. നമുക്കും ഈ കഥാപാത്രങ്ങളെ പറ്റി സംസാരിക്കാം. ബ്ലാക്കിലെ തന്റേടിയായ കാരക്കാമുറി ഷൺമുഖനിൽ നിന്ന് തുടങ്ങാം. കമാലെ മോനെ കമലാസ, പുത്തമ്പള്ളി ജാറത്തിലെ വലിയ ഉസ്താദിന് ഉറുക്കെഴുതി കൊടുക്കാൻ നീ ആളാവുന്നൊരു കാലം വരില്ല. കാരണം ഇമാതിരി ഉടായ്പ വേലയും കൊണ്ട് ഷൺമുഖനടുത്ത് വന്ന ബണ്ണ് പാലിൽ മുഖ്യമാതിരിയുള്ള ഈ ബോഡി ഉണ്ടല്ലോ, ഈ ബോഡി ഇത് കുത്തിക്കീറി കുടലും പട്ടം പുറത്തെടുത്ത് കല്ല് കുത്തിക്കയറ്റി തുന്നിക്കെട്ടി ഞാൻ കൊച്ചി കായലിൽ തള്ളും. ഷൺമുഖനിട്ട് പണിഞ്ഞാ മറുപണി എങ്ങനെയൊക്കെ വരുമെന്ന് പറയാനൊക്കെ എന്റെ പൊന്നാര മുത്തേ. ഇവിടത്തെ പെയിന്റ് അടി തീർന്നു, ഒരു ഫിനിഷിംഗ് ആയില്ലല്ലോ. ഡീലർക്ക് തിരികെ കൊടുക്കാൻ പറ്റ കേടുവന്ന പെയിന്റ് പാതി വിലക്ക് വാങ്ങിച്ചാണ് പൂജയത്. പിന്നൊരു അക്കൗണ്ടിനെ കൊണ്ട് പെയിന്റിങ്ങിനെ പണിയെടുപ്പിച്ചാലേ ഇത്രയും ഫിനിഷ വരത്തുള്ളു. അതാരാ ഈ അക്കൗണ്ട്? ഈ ഞാൻ ബെസ്റ്റ് കണക്കപ്പിള്ള എന്ന് പറയാനുള്ള വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടാടോ തനിക്ക്. നിഷേധിയായ ഷൺമുഖനിൽ നിന്നും കമലിന്റെ സംവിധാനത്തിൽ ടി എ റസാഖിന്റെ തൂലികയിൽ നിന്ന് ജന്മമെടുത്ത രാപ്പകലിലെ ഈശ്വരമംഗലത്തെ കൃഷ്ണനിലേക്കുള്ള യാത്ര വിദൂരമല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. ഒരാൾ വരുമ്പോ വേറെ ആളുണ്ടാവില്ല. അന്നും അഹമ്മദാബാദിലെ വലിയ ഓർമ്മ തമ്പുര എത്തിയിട്ടില്ല എന്നാ എന്റെ ഓർമ്മ. മായിന്റെ ഓർമ്മ ശരിയാ, വല്യാർമ്മ അന്ന് വന്നില്ല, പിന്നെ വന്നു പോയി. ലക്ഷൻ വന്നതിന്റെയും പോയതിന്റെയും കണക്ക് ഇവിടെ ഉണ്ടാവില്ലല്ലോ, ഏക്കാരല്ലേ? കളിക്കൂട്ടുകാര് വരുന്നുണ്ടോ മൂപ്പര്? വന്നു പോയിക്കോട്ടെ, സ്വന്തം നാടും വീടും ഒക്കെ അല്ലേ, വരണ്ടാറണോ? എല്ലാരും ഒന്ന് എത്തട്ടെ, എന്നിട്ട് വേണം കോലോത്തേക്കൊന്ന് ഇറങ്ങാൻ. അതെ 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 അതെ. നീ വല്യച്ഛൻ വന്നാ മറ്റൊന്നുമായിട്ട് അങ്ങോട്ട് ഇറങ്ങണ്ട. ഒരിക്കൽ വഷളാക്കിയത് രണ്ടാളും കൂടെ ഡാൻസും പാട്ടും ഒക്കെ ഇട്ട്. പിന്നെ എനിക്ക് പണിയായി. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാന്ന്
അത് ജനിച്ചപ്പോഴേ ഇല്ല, പിന്നെ ഈ ചാവാൻ പോണ നേരത്ത്. പാപ്പാൻ ഗോവിന്ദന്റെ കളി എന്നോട് വേണ്ട കേട്ടോ. നീ ഇനിയിപ്പോ പുറപ്പുറത്ത് കയറാൻ പോവാ? ഒരു കുഴപ്പമില്ല. ഇതൊന്നും നോക്കിയേ. ഒന്നുകൂടെ തിളച്ചോട്ടെ. വെന്തില്ല ഇതിപ്പോ? ഒരു വികൃതിയുള്ള അരിയാ. ബന്ധ പോലെ പെരുമാറും, ബന്ധുണ്ടാവില്ല. അടുപ്പം നിറങ്ങുമ്പോ ഒന്ന് ബലം പിടിക്കും. അതുകൊണ്ട് ഒരു വേവ് കൂടെ വന്നു. പത്രം, കുപ്പി, പാട്ട, പഴയ സാധനങ്ങൾ കൊടുക്കാനുണ്ടോ? പഴയ സാധനം ഉണ്ട്, എടുക്കോ? ആ, എടുത്തോളാം. ഇതാണ് സാധനം. പൈസ വല്ലതും വേണേ അങ്ങോട്ട് തരാം, കൊണ്ടുപോകോ? അയ്യേ, ജീവനുള്ളതൊന്നും ഞാൻ എടുക്കൂല. എന്നാലേ ഇടയ്ക്കൊന്ന് നോക്കിക്കോളൂ, ഏതാണ്ട് മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. വേണ്ട നീ. ബ്ലാക്കിലെ ഷൺമുഖനിൽ നിന്നും രാപ്പകലിലെ കൃഷ്ണനിൽ എത്തി നിൽക്കുന്ന അഭിനയത്തിന്റെ അസാധാരണ മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ച നടൻ. ദുബായ് എന്ന നഗരത്തിന് മമ്മൂട്ടിയുമായി മറ്റൊരടുപ്പം കൂടിയുണ്ട്. ജോഷി സംവിധാനം ചെയ്ത രഞ്ജി പണിക്കർ തിരക്കഥ എഴുതിയ ദുബായ് എന്ന സിനിമ പൂർണ്ണമായി ഇവിടെ വെച്ചായിരുന്നു ചിത്രീകരിച്ചത്. ആഡംബരത്തിന്റെ പ്രതീകമായ രവി മാമൻ എന്ന കഥാപാത്രം ദുബായ് എന്ന ചിത്രത്തിലും ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്നുണ്ട്. ഈ സന്ദർഭം മെഗാസ്റ്റാറിന്റെ മനസ്സിൽ ഒരു ഓർമ്മ പുതുക്കലായി തോന്നിയേക്കാം. ഒപ്പം യാത്ര ചെയ്തിരുന്ന ഹിറ്റ് എഫ് എം ആർജേസായ നൈലയ്ക്കും മായയ്ക്കും ഇത് തീർത്തും പുതിയ അനുഭവം. മറ്റ് ആർജേസും ആരാധകരും എങ്ങനെയാണ് ഹെലികോപ്റ്ററിനെ വരവേൽക്കും എന്നതിനെപ്പറ്റിയായിരിക്കും നൈല ഇപ്പോൾ ആലോചിക്കുന്നത്. ആ ആലോചന ശരിയായിരുന്നു. സ്റ്റേഡിയത്തിലെ ഇരിപ്പിടങ്ങളെല്ലാം ഇതിനോടകം നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഒറ്റയ്ക്കും കൂട്ടുകാരോടൊപ്പവും കുടുംബത്തോടൊപ്പവും വരുന്ന ആയിരക്കണക്കിന് ആരാധക വൃന്ദവും സംഘാടകരുമെല്ലാം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ ഇനിയുള്ള ദൃശ്യങ്ങളെല്ലാം വിലപ്പെട്ടതാണ്. ബെല്ലാരിയിലെ പോത്തുകച്ചവടക്കാരന്റെ ധാരാളിത്തത്തിൽ മമ്മൂക്ക എന്ന പ്രേക്ഷക ലക്ഷങ്ങളുടെ മമ്മൂട്ടി മംസാർ പാർക്കിൽ സർവ്വസന്നാഹവുമായി വന്നെത്തുന്ന ദൃശ്യമാണിനി. വക്കീല് പുലിയാണ് കേട്ടാ. അപ്പൊ എങ്ങനെയാണ് വക്കീലെ കാര്യങ്ങളെ കിടപ്പുകള്? എവരെ കാരി എന്തരി എങ്ങനെ? ഇത് രാജരത്നം പിള്ള സാറിന്റെ മകൻ രാജസെൽവം. തന്നെ യവൻ പുലിയാണ് കേട്ടാ. ഞാൻ പുലിയാണോ പോത്താണെന്നൊക്കെ അധികം വൈകാതെ തന്നെ നീ അറിയും. ഓ, പക്ഷെ ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിന്റെ രണ്ടിന്റെ പുറയിൽ ഞാൻ നടക്കുന്ന ഒരു സ്ഥാനമുണ്ട് കേട്ടാ. വാല് വാല്. എന്നിട്ട് പറവക്കില്ല. ഇത് മകൾ റാണിരത്ന. തന്നെ ഇത് മുത്തുലക്ഷ്മി അമ്മ, രാജരത്ന സാറിന്റെ. ഞാൻ വർഗീസ്, ഇവിടത്തെ കാര്യസ്ഥന. എന്നാ ഇനി കാര്യങ്ങളൊക്കെ കാര്യസ്ഥനോട് പറയാമല്ലേ? ചുമ്മാ വരി. ഈ പടകളൊക്കെ ഇവിടെ തന്നെ വെറുതെ. അമ്മ ഈ വീട്ടില, ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ. തള്ളെ പിന്നെ എന്തിനീ പുകലികൾ അത്രയും? വക്കീലേ, കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. വൈനാട് അങ്ങനെ തന്നെ നടക്കട്ടെ. അത്താണ് വൈനോട്. അത്താണ്. എന്തെന്റെ പേരിലായാലും കാണാൻ ആളുള്ളതുകൊണ്ട് ആ കണ്ണീരിനൊരു വിലയുണ്ട്. പക്ഷേ ഈ ഒറ്റക്കണ്ണിന്റെ കണ്ണീര് കാണാൻ മുകളിലാകാശവും താഴെ കുറെ കന്നുകാലികളെ ഉള്ളൂ എന്ന് ചെറുപ്പത്തിലെ മനസ്സിലായതുകൊണ്ടായിരിക്കും എനിക്ക് ഈ കണ്ണീരെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേ കളിതം വായിച്ചത്. എന്തായാലും ചെല്ലക്കളി ഇതുവരെ വന്നതല്ലേ, പോയി പറഞ്ഞേക്ക് പരാതികളൊന്നുമില്ലെന്ന്. എന്നാലും അമ്മയ്ക്ക് സന്തോഷാവാനും ഒന്നും ഒന്ന് കണ്ടൂടെ? ഒരു മോന്റെ അധികാരത്തെ ആ വാതിലിൽ ചെന്ന് മുട്ട ഇപ്പോഴും പേടിയാണ്. അമ്മയുടെ പേടിയാണ് കേട്ടാ. പക്ഷേ ഇങ്ങാട്ട് കയറി വരാൻ ആരും പേടിക്കേണ്ട കാര്യം. ബെല്ലാരിയിലെ രാജമാണിക്യത്തിന്റെ തിരുവനന്തപുരം സ്ലാങ്ങും സ്റ്റൈലുമെല്ലാം മലയാള സിനിമയിലെ വിജയങ്ങളുടെ പട്ടികയിൽ പുതിയൊരു നേട്ടത്തിലെത്തിക്കഴിഞ്ഞു. ഈ റെക്കോർഡ് വിജയത്തിന്റെ അലകളുടെ ബാക്കിപത്രമായിരുന്നു മംസാർ പാർക്കിന്റെ ഗേറ്റിന്റെ വെളിയിൽ തിങ്ങി നിറഞ്ഞിരുന്ന ജനങ്ങളിലൂടെ കാണുവാൻ കഴിഞ്ഞത്. ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ട് തന്നെ മംസാർ പാർക്കിലെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിലെ തിരക്ക് അദ്ദേഹത്തിന് വീക്ഷിക്കാൻ കഴിഞ്ഞു. ബ്ലസ്സി സംവിധാനം ചെയ്ത കാഴ്ചയിലെ മാധവനിൽ നിന്നും തുടങ്ങിയ വിജയഗാഥ തൊമ്മനും മക്കളും, തസ്കരവീരൻ, നേരെറിയാൻ CBI, ബ്ലാക്ക്, രാപ്പകൽ എന്നീ ചിത്രങ്ങൾ തുടർന്ന് രാജമാണിക്യത്തിലെത്തി നിൽക്കുന്ന ഈ വേളയിൽ മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. അർഹതയുള്ള ഈ അംഗീകാരത്തിന്റെ ആഘോഷത്തിനായി മെഗാസ്റ്റാറിനെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ സ്റ്റേഡിയത്തിന് മുകളിൽ വട്ടമിട്ടപ്പോൾ താഴെ നിന്നവർ ആവേശത്തോടെ ആകാശത്തേക്ക് കൈകൾ നീട്ടി. ചിലരുടെയെല്ലാം കുറെ നാളത്തെ ആഗ്രഹം, സ്ക്രീനിൽ മാത്രം കണ്ട ആ രൂപത്തിനെ നേരിട്ട് കാണുവാനുള്ള അസുലഭ വേള. ഇതിന്റെ എല്ലാം സാക്ഷാത്കാരമാണ് ഏതാനും നിമിഷങ്ങളിൽ ചിലർക്ക് സഫലമാകാൻ പോകുന്നത്. ലാൻഡ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായ സന്ദേശം ഹെലിപാഡിൽ നിന്നും ലഭിച്ച ഉടനെ ഹെലികോപ്റ്റർ താഴേക്ക് നീക്കാൻ ക്യാപ്റ്റൻ നൌഷാദ് ആൻഡ് ക്രൂ തീരുമാനിച്ചു. ലാൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി ട്രൈറ്റൺ അവിയേഷന്റെ കോപ്റ്റർ ആകാശത്ത് 3 തവണ വട്ടമിട്ടപ്പോൾ ആകാംക്ഷയ്ക്ക് പുതിയ അർത്ഥം കൈവന്നെന്ന് തോന്നി. സ്റ്റേഡിയത്തിനുള്ളിലെ തിരക്ക് മൂലം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്നവരെ മെഗാസ്റ്റാറിന് കാണുവാൻ സാധിച്ചു. ഹെലികോപ്റ്റർ താഴ്ത്തി അവർക്കായി അഭിവാദ്യം നൽകിയതിനു ശേഷം കോപ്റ്റർ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് തിരിച്ചു. ഉത്സവത്തിന് കൊടിയേറിക്കഴിഞ്ഞു. പൂരത്തിന്റെ പാണ്ടിമേളത്തിന്റെ നിറവിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. സിനിമാ ഹിസ്റ്ററിയിലെ പുതിയ അധ്യായത്തിന് തുടക്കം.
സിനിമകളിൽ നായക കഥാപാത്രം സ്ക്രീനിലെത്തുമ്പോൾ തിയേറ്ററിലെ ജനങ്ങൾ കൈയടിച്ചിരുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു പിന്നീട്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തെന്ന് ബോധ്യപ്പെട്ട സുരക്ഷാ വലയത്തിന് ദൂരെ നിന്നിരുന്ന ജനക്കൂട്ടം മെഗാസ്റ്റാർ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്നത് അടുത്ത് കാണുവാനായി സുരക്ഷാ വലയത്തിനടുത്തേക്ക് അടുത്തു തുടങ്ങി. ചെറിയ ചുവടുകൾ വെച്ച് നീങ്ങിയവർ നടന്നു, പിന്നീട് വലയത്തിനടുത്തേക്ക് ഓടിയെടുത്തു. ട്രൈറ്റൺ അവിയേഷന്റെ കോപ്റ്ററിൽ നിന്നും മംസാർ പാർക്കിലേക്ക് മെഗാസ്റ്റാർ ആദ്യ ചുവടുവെപ്പ് നടത്തി. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം, 59 കൊമ്പന്മാരുടെ പൂരം. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. അവാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പൂരം കാണാൻ നീയും പോരടി പെണ്ണേ. അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. ധന ധിന ധന ധന ധിന ധന ധന ധിന ധന ധിന ധന ധിന ധന ധിന കാണിക്കുന്നിറങ്ങി കൈതത്തോടും താണ്ടി പെണ്ണെ ഞാൻ കൊണ്ടുപോകാം നിന്നെ. മഞ്ഞിൻ മണിയുതിരും രാവിൻ നാട്ടുവഴി പെണ്ണെ ഞാൻ കൊണ്ടുപോകാം നിന്നെ. നീലമാല പോലെ മിന്നാമിന്നിക്കൂട്ടം, ആ ചക്കരപ്പാടം നീളെ തോരണങ്ങൾ തീർത്തേ. കേട്ടില്ലേ നീ കാറ്റിന്റെ മംഗല്യരാഗം, ആ മുളങ്കൂട്ടിലെ കിളിപ്പെണ്ണിന് കല്യാണരാവ്. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. കയ്യിൽ കുപ്പിവള, കണ്ണിൽ കരിമഷിയും, പെണ്ണിന് മൂക്കുത്തിച്ചേല്. ചിലമ്പിൻ മണ്ണിക്കിലുക്കി കാൽത്തള താളം കൊട്ടി പൂരത്തിന് പോണു പൂഞ്ചോല. കല്ലുമാല ചാർത്തി ചാന്ത് പൊട്ടു കുത്തി ഓടിച്ചേല ചുറ്റി കാത്തു നിൽക്കണ നീലി. വന്നില്ലേ നിന്മാരന്റെ കോതുമ്പു വള്ളം, ഈ വിളക്കൂതാൻ കാത്തു നിൽക്കണ താൻ തോന്നിക്കാറ്റ്. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. പാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പാണ്ടി നെയ്യാണ്ടി മേളം, പടയിളക്കത്തിനോളം. പൂരം കാണാൻ നീയും പോരടി പെണ്ണേ. തെച്ചിക്കാവിൽ പൂരം നടന്നതിനേക്കാൾ പ്രൗഢിയുടെ നിറവോടെയാണ് 2005 നവംബർ 25-ന് ദുബായിലെ മംസാർ പാർക്കിൽ പൂരം നടന്നത്. തിയേറ്ററുകളിലെ സ്പീക്കറുകളിൽ കൂടി കേട്ടുപരിചയിച്ച മെഗാസ്റ്റാറിന്റെ ശബ്ദം അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി മൈക്കെടുത്തപ്പോൾ ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് ശ്രവിക്കാനായി. തനിക്ക് നൽകിയ തുടർച്ചയായ 7 സൂപ്പർ ഹിറ്റ് സിനിമകളുടെ വിജയത്തിനും നൽകിയ വരവേൽപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് മെഗാസ്റ്റാർ നടന്നു നീങ്ങി. സെക്യൂരിറ്റി ഗാർഡ്സിന്റെ അകമ്പടിയുമായി എത്തുന്ന മമ്മൂട്ടിയുടെ ചുറ്റുമായി ദുബായ് പോലീസിന്റെയും സ്പെഷ്യൽ VIP സ്റ്റേറ്റസ് മാനിച്ചുള്ള സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് മെഗാസ്റ്റാറിനടുത്തെത്തിയ ആരാധക വൃന്ദത്തെ നിയന്ത്രിക്കാൻ നിന്ന ദുബായ് പോലീസിന്റെയും സെക്യൂരിറ്റി ഗാർഡ്സിന്റെയും സേവനം ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്.
UAE-യിലെ ഏതൊരു VIP-ക്കും കിട്ടുന്നതിനേക്കാൾ വലിയ സന്നാഹമായിരുന്നു ദുബായ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് കൈകൊടുക്കാനും തൊടാനുമൊക്കെ ആവേശഭരിതരായി നിന്നിരുന്ന ആരാധക വൃന്ദത്തെ നിയന്ത്രിക്കാൻ നന്നേ പാടുപെട്ടു എന്ന് വേണം കരുതാൻ. മമ്മൂട്ടി ഹിറ്റ് പരേഡിലൂടെ തനിക്ക് നൽകിയ സ്നേഹാഭിവാദ്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മെഗാസ്റ്റാർ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തത്. തന്റെ എല്ലാ വിജയങ്ങൾക്കും ഏകകാരണമായി അദ്ദേഹം കാണുന്നത് തന്റെ സിനിമകൾ ഇഷ്ടപ്പെട്ട് അംഗീകരിക്കുന്ന മലയാളികളാണെന്ന് മമ്മൂട്ടി അറിയിച്ചു. അഭിനയ ജീവിതത്തിന്റെ 1/4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അഭിമാനത്തിന്റെ ആ ഘട്ടം ആഘോഷിക്കാൻ പല സന്ദർഭങ്ങൾ വീണുകിട്ടിയപ്പോഴും ഇതുപോലൊരവസരത്തിനായി മമ്മൂട്ടിയും കാത്തിരുന്നു. സ്ക്രീനിലെ 25 വർഷം പിന്നിട്ട നേരത്ത് 2005 എന്ന വർഷത്തിൽ തന്നെ 7 കൺസിക്യൂട്ടീവ് സൂപ്പർ ഹിറ്റുകളാണ് മമ്മൂട്ടിക്ക് ലഭിച്ചത്. ഈ സന്ദർഭം തന്നെയാണ് ആരാധകരും തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ഒരു വിജയവും ഇങ്ങനെ ഒരു ആഘോഷവും ഇതിനു മുമ്പ് ചരിത്രത്തിൽ ഇടം നേടിയിട്ടില്ല. അതുകൊണ്ട് മമ്മൂട്ടി ഹിറ്റ് പരേഡ് പോലൊരു ഇവന്റ് ഇനി ആർക്കും അവകാശപ്പെടാനാവില്ല. ഇനി എത്തുന്നതെല്ലാം ഹിറ്റ് പരേഡിന്റെ തുടർച്ചകളായി മാറുകയാണ്. മമ്മൂട്ടി ഹിറ്റ് പരേഡിന് കൊടിയേറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളതാണ് യഥാർത്ഥ ഉത്സവം. ഈ ഉത്സവത്തിന് വിരുന്നൊരുക്കുന്ന വിഭവങ്ങൾ ധാരാളമുണ്ടിതിൽ. ഹെലികോപ്റ്റർ എൻട്രി മെഗാസ്റ്റാർ നേരിട്ട് അവതരിച്ചതിന്റെ തുടക്കം മാത്രമാണ്. ആഴ്ചയുടെ അവസാനങ്ങളിൽ വീണ് കിട്ടുന്ന ഒഴിവുവേളകൾ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നതിന്റെ സംതൃപ്തിയായിരുന്നു മംസാർ പാർക്കിൽ കൂടി നിന്ന അനേകായിരങ്ങൾക്ക്. കണ്ടവർ കാണാത്തവരോടും കേട്ടവർ കേൾക്കാത്തവരോടും പറയാൻ മനസ്സിൽ കുറിച്ചിടുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഈ വേള ഏവർക്കും ധന്യമായി. കൂടി നിന്ന ചിലരൊക്കെ മനസ്സിൽ പറഞ്ഞു, അടുത്ത പ്രാവശ്യം നാട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരോട് പറയേണ്ട ആദ്യത്തെ വിശേഷം മമ്മൂക്കാനെ നേരിട്ട് കണ്ടുവന്ന്. ഹിറ്റ് പരേഡിന്റെ അടുത്ത പടിയിലേക്ക് നീങ്ങുവാനായി മംസാർ പാർക്കിൽ നിന്നും യാത്ര തിരിക്കുവാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി. ദുബായിലെ തിരക്കേറിയ നഗരവീഥികൾ ഇന്നുവരെ അനുഭവിക്കാത്ത മോട്ടോക്കേഡ് ഷോയിലൂടെയാണ് മെഗാസ്റ്റാർ ദുബായ് ഗലേറിയ സിനിമാസിലേക്ക് നീങ്ങുന്നത്. അവിടെയാണ് ആരാധകർക്കായി പ്രത്യേകം പ്രദർശിപ്പിക്കുന്ന മമ്മൂട്ടി മൂവി ഫെസ്റ്റിവൽ നടക്കുന്നത്. പക്ഷെ അങ്ങോട്ടുള്ള മെഗാസ്റ്റാറിന്റെ യാത്രയാണ് ഏറ്റവും പ്രധാനം. ഫെറാറീസ്, ഹമ്മേഴ്സ്, ലിമോസിൻ, റാംഗ്ലർ ജീപ്സ്, റേഞ്ച് റോവേഴ്സ്, ഹാർലി ഡേവിഡ്സൺ ബൈക്സ്, ലാൻഡ് ക്രൂസേഴ്സ് ഇതിന്റെയെല്ലാം അകമ്പടിയോടെയാണ് മമ്മൂട്ടി മംസാർ പാർക്കിൽ നിന്നും ഗലേറിയ സിനിമാസിലേക്ക് തിരിക്കുന്നത്. സെക്യൂരിറ്റി ഓഫീസേഴ്സും മീഡിയ റെപ്രസെന്റേറ്റീവ്സും ആയിരക്കണക്കിന് വരുന്ന ആരാധകരും മമ്മൂട്ടിയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. പോത്തുകച്ചവടക്കാരനായ ബെല്ലാരി രാജ എന്ന രാജമാണിക്യത്തിനെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പ്രയാണം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്. രാജകീയമായ ഈ യാത്ര ആരംഭിക്കുമ്പോൾ ആരാധകരിൽ ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, മമ്മുക്ക നിങ്ങള് പുലിയാണ് കേട്ടാ. പക്ഷികൾ ചേക്കേറുമോ വണ്ടു ഞണ്ടിനെ തോളേറ്റുമോ കുറുപടി പന്തം പടവിളി ഓട്ടം മുടിമറിമായം മറിതിരുന്നാക മാണിക്യം ശരണം നമുക്കു മുൻപിൽ ബാധിച്ചു പൂതിച്ചു വെട്ടി പിടിച്ചടക്ക ആണ്ടിമേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും പാണ്ടിമേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ അടിപൊളി ശൃംഗമാനട അയ്യാ സ്വാമി അടിപൊളി ശൃംഗമാനട അയ്യാ സ്വാമി ഉടമണിയാട്ടിയോടും മാട്ടുകൂട്ടം അത്തം പത്തം പാണ്ടിമേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും കണ്ടത് മനോഹരം, കാണാനിരിക്കുന്നത് അതിമനോഹരം. അതെ, മമ്മൂട്ടി ഹിറ്റ് പരേഡിനോടനുബന്ധിച്ച് നടത്തിയ റോഡ് ഷോയും ഗലേറിയ സിനിമയിൽ നടത്തിയ ഹിറ്റ് സിനിമകളുടെ സ്ക്രീനിങ്ങും ഗ്രാൻഡ് ഹയാത്തിലുള്ള ഡിന്നറും ബാലഭാസ്കർ ഷോയും ഒക്കെ തന്നെ. സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ 7 ചിത്രങ്ങളുടെ സൂപ്പർ ഹിറ്റ് വിജയം ദുബായിലെ ജനങ്ങളോടൊപ്പം ആഘോഷിച്ച മമ്മൂട്ടി ഹിറ്റ് പരേഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
നന്നായാൽ എല്ലാം നന്നായി എന്ന് നമ്മൾ പറയാറുണ്ട്. മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ തുടക്കം ഗംഭീരമായിരിക്കുകയാണ്. ആരാധകരെ കൊണ്ട് നിറഞ്ഞിരുന്ന മംസാർ പാർക്കിന്റെ കവാടത്തിൽ നിന്നും മോട്ടോക്കേറ്റ് ഷോയ്ക്കായി തയ്യാറായി നിന്നിരുന്ന വാഹനങ്ങൾക്ക് പുറമെയായി ദുബായ് പോലീസിന്റെയും ആരാധകരുടെയും 30ഓളം വരുന്ന ഹാർലി ഡേവിഡ്സൺ ബൈക്കിന്റെയും എല്ലാം അകമ്പടിയോടെ ഒരിക്കലും ഓർമ്മയിൽ നിന്ന് മായാത്ത ദൃശ്യങ്ങൾ ഒരുക്കുവാനായി ഹിറ്റ് പരേഡിന്റെ രണ്ടാം ഘട്ടമായ റോഡ് ഷോ ആരംഭിക്കുകയാണ്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ മുതൽ മമ്മൂട്ടിക്ക് ചുറ്റും കൂടിയിരുന്ന ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഒപ്പമുണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാറിനായി പ്രത്യേകം ഒരുക്കിയ വൈറ്റ് ലിമൂസിനിൽ മമ്മൂട്ടി കയറി കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തിനെ കാണുവാനായി കാറിന് ചുറ്റും ആരാധകർ നിലയുറപ്പിച്ചു. കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ അടുത്ത പടിയിലേക്ക് നീങ്ങി. ഏകദേശം 2 കിലോമീറ്ററോളം വരുന്ന മംസാർ പാർക്കിന്റെ പാർക്കിംഗ് സ്പേസിന്റെ 2 വശവും അപ്പോഴും ആരാധകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ദുബായിലെ നഗരവീഥികളിലെ തിരക്ക് ഒരിക്കലെങ്കിലും ഈ നഗരം സന്ദർശിച്ചവർക്ക് പരിചിതമാണ്. അതുകൊണ്ട് സ്പെഷ്യൽ വേയിലൂടെ മെഗാസ്റ്റാറിന് യാത്ര ചെയ്യാൻ വേണ്ടി വൈറ്റ് ലിമോസിന്റെ മുമ്പിലും പിറകിലുമായി ദുബായ് പോലീസിന്റെ ബൈക്സും മോട്ടോക്കേറ്റ് ഷോയിലുണ്ടായിരുന്നു. പാർക്കിനുള്ളിൽ കടക്കാൻ കഴിയാതിരുന്നവരൊക്കെ മമ്മൂട്ടിയെ കാണുവാൻ വേണ്ടി ഗേറ്റിന് പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു. തന്നെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഈ സായാഹ്നത്തിലെത്തിയ ആരാധകരെ ഒന്നും നിരാശപ്പെടുത്താതെ വൈറ്റ് ലിമോസിന്റെ റൂഫിലൂടെ മമ്മൂക്ക കൈകൾ വീശിക്കൊണ്ട് നന്ദി അറിയിച്ചു. 7 വിജയങ്ങളും കുറിച്ചു കഴിഞ്ഞു. ഇനിയുള്ള വിജയഗാഥ ശിവപുരം ഏറനാട് റൂട്ടിലോടുന്ന മൈത്രി എന്ന ബസ്സിലൂടെയാണ്. ബസ് കണ്ടക്ടറിലൂടെ മണിച്ചിത്തത്തെ നെല്ലയിലെ മണിവളക്കിലുങ്ങണതെന്താണ്? സൂര്യന് പിരിശപ്പെടും ഹിലാലിൻ സുറുമ കണ്ണിണകളിലെന്താണ്? കിസ പറഞ്ഞൊരു കടി കിളിമോളെ നല്ല കെസ് വാടി പറത്തടി മയിലാളെ, നല്ല കെസ് വാടി പറത്തടി മയിലാളെ. സൂര്യന് പിരിശപ്പെടും ഹിലാലിൻ സുറുമ കണ്ണിണകളിലെന്താണ്? സൂര്യന് പിരിശപ്പെടും ഹിലാലിൻ സുറുമ കണ്ണിണകളിലെന്താണ്? കിസ പറഞ്ഞൊരു കടി കിളിമോളെ നല്ല കെസ് വാടി പറത്തടി മയിലാളെ, നല്ല കെസ് വാടി പറത്തടി മയിലാളെ. അഭിനയ മുഹൂർത്തങ്ങളുടെ വിവിധ മുഖങ്ങളെ നമുക്ക് സമ്മാനിച്ച മമ്മൂട്ടി എന്ന നടൻ ഹിറ്റ് പരേഡിന്റെ ആദ്യ സീനുകൾ പൂർത്തിയാക്കി അടുത്തതിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ നിന്ന് ആരാധകരും മമ്മൂട്ടി സഞ്ചരിക്കുന്ന വൈറ്റ് ലിമോസിനൊപ്പം ഓടുകയായിരുന്നു. മോട്ടോക്കേറ്റ് ഷോയിന്റെ ഈ യാത്ര ചെന്നെത്തുന്നത് മമ്മൂട്ടി മൂവി ഫെസ്റ്റിവൽ നടക്കുന്ന ഡയറിയിലെ പ്രശസ്തമായ ഗലേറിയ സിനിമാസിലേക്കാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാവുന്ന ഒന്നല്ല ഈ കാണുന്നതൊക്കെ.
ദുബായ് പോലീസിന്റെ പ്രത്യേക കൺട്രോളിൽ മമ്മൂട്ടി സഞ്ചരിച്ചിരുന്ന ലിമോസിന് നീങ്ങാനായി തിരക്കേറിയ റൗണ്ട് ബോട്ടുകൾ ക്ലിയർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ദുബായ് പോലീസിന്റെ പ്രത്യേക നിരീക്ഷണത്തിൽ അന്ന് മംസാർ പാർക്കിൽ നിന്നും ഗലേറിയ സിനിമാസിൽ ചെന്നെത്തുന്ന മോട്ടോക്കേഡ് ഷോയ്ക്കായി സ്പെഷ്യൽ കൺട്രോളുകൾ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ആരാധകർ ഒരുക്കിയ ഈ ആഘോഷത്തിന് അതിനേക്കാളേറെ പ്രാധാന്യവും ബഹുമാനവും ദുബായ് ഭരണകൂടത്തിന്റെ സഹകരണത്തിലൂടെ തെളിവായി. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക്, അതിനുമുപരി ഒരു ഫിലിം സ്റ്റാറിന് സെക്യൂരിറ്റി സർവീസിന്റെ ഭാഗത്തു നിന്നും സ്പെഷ്യൽ VVIP ട്രീറ്റ്മെന്റ് കിട്ടുന്നത് മലയാളിക്ക് പുതുമയുള്ള വിശേഷങ്ങൾ തന്നെ. രാജകീയ പരിവേഷങ്ങളെ പറ്റിയുള്ള കേട്ടറിവുകളാണ് മലയാളിക്ക് കൂടുതൽ. എന്നാൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കണ്ടറിവ് കൂടി നേടുകയാണ്. മമ്മൂട്ടിയുടെ വിജയപാതയെ പോലെ ആഘോഷങ്ങളുടെ സഞ്ചാരപഥവും മമ്മൂക്കയ്ക്ക് മാത്രം സ്വന്തം. ഇവിടെ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകം തന്നെയാണ് നോക്കി നിൽക്കുന്ന ഏവർക്കും. അങ്ങനെ ഈ സന്ദർഭത്തിന്റെ കൗതുകം എല്ലാവരെയും സമപ്രായക്കാരാക്കുന്നു. ഇതിന് മോടി കൂട്ടുന്ന ചമയങ്ങളെ പോലെ സന്നാഹങ്ങളുടെ ഭാഗമായി ലാൻഡ് ക്രൂസേഴ്സ്, റാംഗ്ലർ ജീപ്സ്, ഫെറാറീസ്, ഹമേഴ്സ്, റേഞ്ച് റോവേഴ്സുമെല്ലാം ദുബായ് പോലീസ് സർവീസസ് ഒരുക്കിയ സ്പെഷ്യൽ വേയിലൂടെ നീങ്ങുകയാണ്. വാരാന്ത്യങ്ങളിലെ അവധി ദിവസങ്ങളിൽ പോലും തിരക്കുള്ള ദുബായ് നഗരവീഥികളിൽ കൂടി വിജയാഘോഷങ്ങൾക്കായുള്ള റോഡ് ഷോയിൽ തിരക്കിൽ നിന്നും തിരക്കിലേക്ക് ഓടുന്നവർ വഴിമാറുന്നെന്ന് അത് ആസ്വദിച്ചു. മമ്മൂട്ടി സഞ്ചരിച്ചിരുന്ന ലിമോസിന് മുമ്പേ തന്നെ ആരാധകരുടെ വാഹനങ്ങളും നീങ്ങിത്തുടങ്ങിയിരുന്നു. പക്ഷേ ഗലേറിയ സിനിമാസിലേക്ക് എത്താൻ അവർക്ക് പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. കാരണം ഹാർഡ് ഷോൾഡേഴ്സിൽ കൂടി മമ്മൂട്ടി സഞ്ചരിക്കുന്ന കാറിന് നീങ്ങുവാനായി ദുബായ് പോലീസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മറ്റു വാഹനങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. 2005 എന്ന വർഷത്തിൽ വിജയങ്ങളുടെ ഗ്രീൻ സിഗ്നലുകൾ മമ്മൂട്ടി എന്ന നടന് വഴിമാറിക്കൊടുത്തപ്പോൾ ഈ വിജയങ്ങളുടെ ആഘോഷങ്ങൾക്കായി 20ഓളം റെഡ് സിഗ്നലുകൾ ക്രോസ് ചെയ്ത് പ്രത്യേക ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് മെഗാസ്റ്റാറിന്റെ കാർ യാത്ര ചെയ്യുന്നത്. ദുബായ് പോലീസിന്റെ ഒരു പിഴവ് പോലും വരുത്താത്ത കൺട്രോളിങ്ങിനെയാണ് ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത്. ഗലേറിയ സിനിമാസിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ റോഡിന്റെ വശങ്ങളിൽ നിന്ന് ആരാധകരും മമ്മൂട്ടിയുമായി വരുന്ന കാറിനൊപ്പം ഓടുകയായിരുന്നു. 7 വിജയ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സിനിമകളിലെ കഥാപാത്രങ്ങളിൽ ഏതിന്റെ പരിവേഷമായിരിക്കും ഈ നടൻ സ്വീകരിച്ചിരിക്കുന്നത്? അത് മമ്മൂക്കയ്ക്ക് മാത്രം അറിയാവുന്നതായിരിക്കും. സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയിച്ച ഇത്തരം രംഗങ്ങളെ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നതിന്റെ തെളിവായിരുന്നു മമ്മൂട്ടി ഹിറ്റ് പരേഡ്. തിരക്കേറിയ ദുബായ് റോഡുകളിലെ അവസാന റെഡ് സിഗ്നലും ക്രോസ് ചെയ്ത് മമ്മൂട്ടി സഞ്ചരിച്ചിരുന്ന ലിമോസിൻ ഗലേറിയ സിനിമാസിലേക്ക് കടക്കുകയാണ്. അതിന് 1 കിലോമീറ്റർ മുന്നേയുള്ള വഴികളിൽ നിന്ന് തന്നെ ആരാധകരും നിന്നു തുടങ്ങിയിരുന്നു മമ്മൂക്കയുടെ വരവും കാത്ത്. ഇവിടുന്നിനി മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ 2ാം ഘട്ടത്തിലെ പ്രധാന മുഹൂർത്തത്തിലേക്ക് നീങ്ങുകയാണ്. ഗലേറിയ സിനിമാസിന്റെ പരിസരങ്ങളിലേക്ക് മമ്മൂട്ടി എത്തുമ്പോൾ മംസാർ പാർക്കിൽ നിന്നും തിരിച്ച ആരാധകരുടെ വാഹനങ്ങളും എത്തിക്കഴിഞ്ഞിരുന്നു. പാർക്കിൽ കണ്ടതിനേക്കാൾ തിരക്കുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത്. അഭിനയത്തിന്റെ സമസ്ത ഭാവങ്ങളും ഉൾക്കൊണ്ട ഈ കലാകാരന്റെ വരവും കാത്ത് ഗലേറിയ സിനിമാസിൽ മമ്മൂട്ടി മൂവി ഫെസ്റ്റിവലിന് തുടക്കമിടാൻ ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട മോട്ടോക്കേഡ് ഷോയ്ക്കൊടുവിലാണ് മമ്മൂട്ടി ഗലേറിയയിലെത്തുന്നത്. അച്ഛനോട് ചെയ്ത ക്രൂരതയ്ക്ക് പക തീർക്കുവാൻ അറക്കൽ കൊച്ചുബേബി എന്നൊരു കഥാപാത്രമുണ്ട്. തസ്കരവീരൻ എന്ന ചിത്രം കണ്ടവർക്ക് ഇതിനെക്കുറിച്ചറിയാം. മുംബൈയിൽ നിന്നും കൊച്ചുബേബി കാറിൽ പരിവാരങ്ങളുമായി ഗ്രാമത്തിലെത്തുമ്പോൾ അഭൂതപൂർവ്വം നോക്കി നിൽക്കുന്ന ഗ്രാമവാസികളുണ്ടെതിൽ. ആ രംഗങ്ങളുടെ പിന്തുടർച്ചയാണോ ഇത് എന്ന് പെട്ടെന്ന് ഓർത്തുപോകും. ഒരു വ്യത്യാസം മാത്രം, സിനിമയിൽ അത് ഒരു താരമാണെന്നതിന്റെ തിരിച്ചറിവില്ല. എന്നാൽ ഇവിടെ തങ്ങൾ ആരാധിക്കുന്ന മെഗാസ്റ്റാർ ആണ് കാണാനെത്തുന്നതെന്നത് ബോധ്യമാണ്. മമ്മൂട്ടി മൂവി ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്ന 4 സൂപ്പർ ഹിറ്റ് സിനിമകൾ ഈ കാണുന്ന ദുബായിലെ പ്രശസ്തമായ ഹയത്ത് റീജൻസിയുടെ ഭാഗമായ ഗലേറിയ സിനിമാസിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. ഹിറ്റ് 96.7 FM RJs ആയ ഷാലുവും ജോണും അർഫസ് ഭായും ഫസ്ലുവും ലക്ഷ്മിയും മിഥുനുമെല്ലാം ബ്ലാക്ക് കളർ ലിമോസിനിൽ മമ്മൂട്ടിയെ വരവേൽക്കാനായി ഹയത്ത് റീജൻസിയിൽ എത്തിക്കഴിഞ്ഞു. റേഡിയോയിലൂടെ ശബ്ദം കൊണ്ട് മലയാളിയുടെ മനസ്സിൽ ചുരുങ്ങിയ സമയം കൊണ്ട് സ്ഥാനം നേടിയ ഹിറ്റ് 96.7 FM RJs ഹയത്ത് റീജൻസിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഗലേറിയ സിനിമാസിന്റെ പാർക്കിംഗ് ലോട്ടിലും ഫ്രണ്ട് ഗേറ്റിലും ആരാധകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഹിറ്റ് 96.7 FM RJs ശബ്ദം കൊണ്ട് സുപരിചിതരായ ഇവരെയെല്ലാം മലയാളികൾക്ക് നേരിട്ട് കാണുവാനുള്ള അവസരം കൂടിയാണ് മമ്മൂട്ടി ഹിറ്റ് പരേഡിലൂടെ സാധിച്ചത്. ഇവിടെ ഇന്ന് ഹിറ്റ് പരേഡിന് നേതൃത്വം കൊടുത്ത ഹിറ്റ് FM-ഉം ആരാധകരും ചേർന്ന് മമ്മൂട്ടിയെ ഹയത്ത് റീജൻസിയിലെ ഗലേറിയ സിനിമാസിലേക്ക് എതിരേൽക്കാൻ തയ്യാറെടുക്കുന്നു. ഈ വരവേൽപ്പുകൾ ഏറ്റുവാങ്ങാനായി ഹയത്ത് റീജൻസിയുടെ ഗേറ്റും കടന്ന് മമ്മൂട്ടി സഞ്ചരിച്ചിരുന്ന വൈറ്റ് ലിമോസിൻ സ്പെഷ്യൽ ഇൻസ്പെക്ഷനിൽ ഉള്ളിലേക്ക് കടക്കുകയാണ്. മംസാർ പാർക്കിൽ നിന്നും തിരിച്ച ജനങ്ങളും ഹയത്ത് റീജൻസിക്ക് വെളിയിൽ 1 കിലോമീറ്ററോളം വരുന്ന പെഡസ്ട്രിയനിൽ കാത്തുനിന്നിരുന്ന ആരാധകരും മമ്മൂട്ടിയുടെ കാറിന് പിറകിൽ തന്നെ ഉണ്ടായിരുന്നു.
അങ്ങനെ മംസാർ പാർക്കിൽ നമ്മൾ കണ്ടതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന തിരക്കായിരുന്നു ഹയത്ത് റീജൻസിയിൽ മമ്മൂക്കയെ സ്വാഗതം ചെയ്യാനുണ്ടായിരുന്നത്. കാർ ഉള്ളിലേക്ക് നീങ്ങിയപ്പോൾ മുതൽ മമ്മൂട്ടിക്ക് ജയ് വിളിച്ചുകൊണ്ട് ആരാധകരും ഗലേറിയ സിനിമാസിനുള്ളിലേക്ക് കടന്നു. വൈറ്റ് ലിമൂസിന്റെ റൂഫിൽ നിന്നുകൊണ്ട് തന്നെ മമ്മൂട്ടി അനേകായിരങ്ങളുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി. തനിക്ക് നൽകിയ ഈ 7 മഹാവിജയങ്ങളും ഈ ആഘോഷങ്ങളുമെല്ലാം തന്നെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ജനങ്ങൾ മൂലമാണെന്ന് ഈ അവസരത്തിൽ മമ്മൂട്ടി ഓർത്തിരിക്കണം. മമ്മൂട്ടി സഞ്ചരിക്കുന്ന ലിമോസിൻ ഗലേറിയയിലെത്തുമ്പോൾ ദുബായിലെ ഏറ്റവും വലിയ പാർക്കിംഗ് ഏരിയാസിലൊന്നായ ഹയത്ത് റീജൻസി പാർക്കിംഗ് ലോട്ട് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ സമുദ്രമായി തീർന്നിരുന്നു. എക്കാലവും ഈ നിമിഷങ്ങൾ മായാതെ ഈ ജനങ്ങളോടൊപ്പമുണ്ടാവും. എന്നാലും ഇന്ത്യയിലെ അതുല്യ നടനോടൊപ്പമുള്ള ഈ സായാഹ്നം മറ്റുള്ളവരുമായി പങ്കിടാനായി കയ്യിലിരിക്കുന്ന ഹാൻഡി ക്യാമുകളും ഡിജിറ്റൽ ക്യാമുകളും മൊബൈൽ ഫോണുകളും മെഗാസ്റ്റാറിന് നേരെ തിരിച്ചു. സ്ക്രീനിൽ ഇപ്പോൾ ഒരു മുഖം മാത്രം. അതെ, ക്യാമറ ഫോക്കസിൽ ചമയങ്ങളില്ലാതെ മമ്മൂട്ടി. സുൽത്താൻ കുഞ്ഞാക്ക അല്ലേ? അല്ല, സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക. മിടുക്കനാണല്ലേ? ഏയ്, ബസ് കണ്ടക്ടറാ. മാറി നിൽക്കണം അങ്ങോട്ട്. ബുദ്ധിമുട്ടാ. 10-21 വയസ്സ് മുതല് ഈ ബസ്സിലും സ്റ്റാൻഡിലും റോട്ടുമലും ഒക്കെ ജീവിച്ചോനാ ഞാൻ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മാറാൻ പറഞ്ഞാ മാറാൻ ലേശം ബുദ്ധിമുട്ടാ സാറേ. വെറും ഒരാളല്ല, സ്ഥലം എസ്ഐ, നിയമപാലകൻ എന്ന് മലയാളത്തിൽ ചുരുക്കി പറയും. ആ സാധനത്തിനൊക്കെ അർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കാൻ എനിക്കറിയാം. മുമ്പ് പലർക്കും കൊടുത്തിട്ടുണ്ട്. ചെലക്കുന്നു, ഇങ്ങോട്ട് മാറി നിൽക്കണം. വേണ്ട, മേത്തോട്ടുള്ള കളി വേണ്ട ചക്കരെ. ഞാൻ ചെലക്കാൻ തുടങ്ങണുള്ളൂ. എല്ലാരും അറിയാൻ വേണ്ടിട്ട് പറയാണ്. സർവ്വ നിയമവും ലംഘിച്ച് ബസ്സിലും ബസ് സ്റ്റാൻഡിലും റോട്ടുമ്പലും ഗുണ്ടായുസം കാണിച്ച് നടക്കണ ഈ റോഡിംഗ് ബസിന്റെ മോലാളിയാണ് ഈ നിൽക്കണ സാജൻ ജോർജ് സാർ. ട്രാഫിക്കിലെ പുകയിലും പൊടിയിലും പൊരുവയിലത്തും പണിയെടുക്കണ എത്രയോ ട്രാഫിക് പോലീസുകാരെയും സബ് ഇൻസ്പെക്ടർമാരെയും കണ്ടിട്ടുള്ളതല്ലേ നമ്മള്. നാട്ടുകാരെ നെഞ്ചത്തുമ്പോ കൂടെ ഓടിക്കാൻ ബസ് പോയിട്ട് ചവിട്ടി അടക്കാൻ ഒരു സൈക്കിള് പോലും ഇല്ലാതെ പെൻഷൻ പറ്റി പിരിയണ ആ സാധുക്കടെ ഇടയെന്ന് ഇമ്മാതിരി ബസ് മോലാളി ഉണ്ടാവണമെങ്കിൽ കൈക്കൂലി, അഴിമതി, പിടിച്ചോറി, സ്വാധീനം, ഗുണ്ടായുസം ഇതൊക്കെ കൊണ്ട് എന്നേ പറ്റുള്ളൂ. വീടും പറമ്പും വിറ്റും കൊള്ളപ്പലിശക്ക് കടമേങ്ങിയും ബസ് സർവീസ് നടത്തി തുലഞ്ഞ ബസ് മുതലാളിമാരെയും ജീവിതം നടു റോട്ടിൽ ഹോമിക്കണ പാവപ്പെട്ട വണ്ടിക്കാരുടെയും മേത്ത് കുതിര കയറാൻ വന്നാലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടറെ, നിങ്ങളുടെ വണ്ടിപ്പണിക്കാരെ തനി സ്വഭാവം അറിയും, ബസ് സ്റ്റാൻഡിലെ ശരിക്കുള്ള നിയമം അറിയും. തടിയെടുത്താ നിങ്ങളുടെ തടിക്കല്ലത്. വേഗം എടുത്തോളി. ചക്കരെ പോ. ബസ് കണ്ടക്ടർ എന്ന ചിത്രം സൂപ്പർ ഹിറ്റുകളുടെ തുടർച്ചയിൽ വരുന്ന 8ാമത്തെ സിനിമയാണ്. ഈ കാണുന്ന വരവേൽപ്പ് തന്നെയാണ് മൈത്രി ബസിന്റെ കണ്ടക്ടറായ സുൽത്താൻ വീട്ടിൽ കുഞ്ഞാക്കിക്ക് നാട്ടിലെ തിയേറ്ററുകളിൽ കിട്ടിയത്. ഗലേറിയ സിനിമാസിന്റെ മുമ്പിൽ ആരാധകർക്ക് തന്നെ കാണുവാനായി 10 മിനിറ്റോളം വണ്ടി നിർത്തി അവരുമായി സമയം ചെലവിട്ടു. തനിക്ക് നൽകിയ ഈ നല്ല മുഹൂർത്തത്തിന് ആരാധകർക്ക് നേരെ കൈകൾ വീശിക്കൊണ്ട് മമ്മൂട്ടി നന്ദി അറിയിച്ചു. ദുബായിലെ നല്ലൊരു വിഭാഗം ജനങ്ങളുടെ ഇഷ്ടനടന് ഒരു മറുനാട്ടിലെ സെക്യൂരിറ്റി സർവീസസ് നൽകുന്ന പ്രത്യേക സുരക്ഷ. ഹയത്ത് റീജൻസിയിലെ ആഘോഷങ്ങൾ പൂർത്തിയാക്കി മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ അടുത്ത രംഗങ്ങൾ അരങ്ങേറുവാനായി ഗ്രാൻഡ് ഹയത്തിലേക്ക് തിരിക്കുമ്പോൾ ഗലേറിയ തിയേറ്റേഴ്സിന്റെ വെള്ളിത്തിരയിൽ മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രങ്ങൾ മിന്നിത്തെളിഞ്ഞിരുന്നു. കാഴ്ചയും രാപ്പകലും ബ്ലാക്കും തൊമ്മനും മക്കളുമെല്ലാം. Chalaka boom boom,
നേരിനഴക് നേർവഴിയഴക് നേരു വിളയും നാടിനൊരഴക് നേരിനഴക് നേർവഴിയഴക് നേരു വിളയും നാടിനൊരഴക് ദൂരെ ദൂരെയാ നാട്ടഴക് കാത്തു നിൽക്കുന്നു മണ്ണഴക് വിളയുന്ന മണ്ണഴക് നൂറുമേനിയുടെ കതിരഴക് നേരിനഴക് നേർവഴിയഴക് നേര വിളയും നാടിനൊരഴക് നാനേ നാനേ തന നാനേ 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 തന നാനേ 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 കൊമ്പന്റെ തുമ്പിയൊരഴക് ആ തുമ്പിക്ക് കൊമ്പഴക് മാനത്ത് നക്ഷത്രമഴക് മഴക്കാരിന് മിന്നഴക് മുളകൾക്ക് നെഞ്ചിലെ പാട്ടഴക് കിളികൾക്ക് താരുളം ചിറകഴക് ചിറകഴക് നേരിനഴക് നേർവഴിയഴക് നേർവിളയും നാടിനൊരഴക് നാനേ നാനേ തന നാനേ 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 തന നാനേ 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 പേരാൽ മരത്തിനൊരഴക് ചെറുകുന്നിക്ക് പൊറിയഴക് കവിളിന് നുണക്കുഴിയഴക് കള്ളക്കുറുമ്പിന് മേഴഴക് പുലരിക്കിനാക്കളിൽ മഞ്ഞഴക് തിരുമാലിക്കണ്ണന്റെ കഥയഴക് കഥയഴക് നേരിനഴക് നേർവഴിയഴക് നേർവിളയും നാടിനൊരഴക് നാനേ നാനേ തന നാനേ 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 തന നാനേ നാനേ നാനേ. ദുബൈയിലെ റോഡുകളിൽ യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് സഞ്ചരിക്കുക എന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തിടത്ത് മമ്മൂട്ടി യാത്ര ചെയ്യുന്ന ഈ വാഹനത്തെ ദുബായ് ഭരണകൂടത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ യെല്ലോ ലൈൻസ് ക്രോസ് ചെയ്ത് പോലീസ് ബൈക്സിന്റെ അകമ്പടിയിൽ പോകുവാൻ അനുവദിക്കുന്നത് ഈ വലിയ കലാകാരന് മാത്രമല്ല, ദശലക്ഷത്തോളം വരുന്ന UAE മലയാളികൾക്ക് നൽകുന്ന അംഗീകാരം കൂടിയാണ്. 2005 നവംബർ 25 എന്ന ദിവസത്തിന്റെ സായാഹ്ന വേളയിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ ഹിറ്റ് പരേഡിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നീങ്ങുവാൻ വേണ്ടി പോലീസ് വാഹനങ്ങളുടെ സൈറന്റെയും മിന്നിത്തെളിയുന്ന സിഗ്നലുകളെയും മുൻനിർത്തി ദുബായിലെ പ്രശസ്തമായ ഗറൂദ് ബ്രിഡ്ജിന്റെ യെല്ലോ ലൈനും ക്രോസ് ചെയ്ത് മമ്മൂട്ടി സുവർണ നഗരിയുടെ അഭിമാനത്തിന്റെ പ്രതീകമായ ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാൻഡ് ഹയത്തിലേക്ക് എത്തുകയാണ്. ഇവിടെയാണ് ഹിറ്റ് പരേഡിൽ മമ്മൂട്ടിക്ക് മുമ്പിൽ UAE പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയ വിശിഷ്ട വ്യക്തികൾക്കായി ഒരുക്കിയ ഗാല ഡിന്നർ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം ഈ സന്ധ്യയെ താളലയ മേളങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ യുവ സംഗീത പ്രതിഭയായ ബാലഭാസ്കർ ഒരുക്കിയിരുന്ന സംഗീത നിശയുള്ളത്. ഹിറ്റ് പരേഡിന്റെ മെയിൻ ഫോക്കസ് താനാണ് എന്ന തിരിച്ചറിവുണ്ടായിട്ടും തനിക്ക് ഇത്രയും വലിയ അകമ്പടി നൽകിയതിന് ദുബായ് പോലീസിനോട് നന്ദി പറയാൻ മമ്മൂട്ടി സമയം കണ്ടെത്തിയപ്പോൾ ഈ നടന്റെ മനസ്സിന്റെ വിശാലതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇനിയുള്ള ഊഴം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടേതാണ്. മംസാർ പാർക്കിലും ഹയത്ത് റീജൻസിയിലും താൻ ദർശിച്ച സിനിമാ ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങൾക്ക് മുമ്പിൽ മനസ്സ് തുറക്കാൻ ഗ്രാൻഡ് ഹയത്തിൽ വെച്ചാണ് സന്ദർഭമൊരുങ്ങിയത്. ഇതിന് മറുപടിയായി മമ്മൂക്ക ജനങ്ങളോട് പറഞ്ഞത് എന്തായിരിക്കാം? അറിയാൻ ആകാംക്ഷയുണ്ടാകും. ഐം ഷുവർ ഈ ഒരു പ്രോഗ്രാം കണ്ടതിന് ശേഷം ഇപ്പോ കൊച്ചുകുട്ടികളോടൊക്കെ അവരുടെ ആംബിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മമ്മൂട്ടിയെ പോലെ ആകണം എന്നായിരിക്കും അവരൊക്കെ പറയാം, അല്ലേ ഫസ്റ്റ്? വെരി ട്രൂ. പക്ഷെ ഇതൊരു തീരുന്നില്ല. ഇനിയിപ്പം ഗലാ പാർട്ടിയും ബാലഭാസ്കർ ഷോയും. പക്ഷെ ഇതൊക്കെ കാണണമെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് ഫോർ. ചമയങ്ങളില്ലാതെ വേഷപ്പകർച്ചകളുടെ അധിപനായ മമ്മൂട്ടി ഈ സായാഹ്നത്തിലാണ് ഹിറ്റ് പരേഡിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്ക് പടികയറുന്നത്. ദുബായ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൽ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയ അതിഥികൾക്ക് മുമ്പിൽ ഇവിടെ വെച്ചാണ് പ്രേക്ഷകരുടെ പ്രിയതാരമായ മമ്മൂട്ടി മനസ്സ് തുറക്കുന്നത്. ഹയത്തിലെ ഗാല ഡിന്നറിനായി സ്പെഷ്യലി ഇൻവൈറ്റഡ് ഗസ്റ്റ് എത്തിത്തുടങ്ങുമ്പോൾ ഹയത്ത് റീജൻസിയിലെ മമ്മൂട്ടി മൂവി ഫെസ്റ്റിവൽ കഴിഞ്ഞ ഹിറ്റ് 96.7 FM ആർജീസായ മിഥുനും ലക്ഷ്മിയും ജോണും അർഫാസും ക്രിസും ഷാലുവും ഫസ്ലുവും ആരാധകർക്കൊപ്പം ഗ്രാൻഡ് ഹയത്തിൽ എത്തിക്കഴിഞ്ഞു. ഹയത്ത് റീജൻസിയിലെ തിരക്കിന് സാക്ഷിയായ ഇവരെല്ലാവരും മമ്മൂട്ടിയെയും തങ്ങളുടെ ആരാധകരെയും കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ഗ്രാൻഡ് ഹയത്തിലേക്ക് കടന്നു വന്നത്. ഗ്രാൻഡ് ഹയത്തിൽ ഒരുക്കിയ ഗാല ഡിന്നർ അക്ഷരാർത്ഥത്തിൽ ഉത്സവത്തിന്റെ ആരവങ്ങൾ ഒഴിഞ്ഞ് ഹിറ്റ് പരേഡിനെ പറ്റി മമ്മൂട്ടി എന്ന നടന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറയാനുള്ള വേദിയായി മാറുകയാണ്. ദുബായ് നഗരത്തിലെ സമസ്ത മേഖലകളിലെയും ഉന്നതരാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അങ്ങനെ ഓരോ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചവർ ഇവിടെ ഒത്തുചേരുമ്പോൾ മമ്മൂട്ടി എന്ന നടൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർക്ക് ഒരു ഐക്കണായി മാറുക കൂടിയാണ്. മമ്മൂട്ടി എന്ന നടനെ കാണുവാനും അഭിനന്ദിക്കുവാനും ഹിസ് എക്സലൻസി ഷെയ്ഖ് മാന ബിൻ ഹാഷിർ അൽ മക്തും ഗ്രാൻഡ് ഹയത്തിൽ മമ്മൂട്ടി ഹിറ്റ് പരേഡിനായി ഒരുക്കിയ ഗാല ഡിന്നറിൽ പ്രത്യേക അതിഥിയായിരുന്നു. വർണ്ണശബളമായ ഈ സായാഹ്നത്തിന് മാറ്റുകൂട്ടുന്ന സാന്നിധ്യം. അതെ, പ്രേക്ഷക ലക്ഷങ്ങളുടെ പ്രിയതാരമായ മെഗാസ്റ്റാർ മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അഭിനയത്തിന്റെ കാൽനൂറ്റാണ്ട് കടക്കുമ്പോൾ 2005 എന്ന വർഷത്തിൽ തന്നെ 7 സൂപ്പർ ഹിറ്റുകൾ എന്ന നേട്ടം കൈവരിച്ചതിന്റെ ആത്മവിശ്വാസം മമ്മൂട്ടി എന്ന നടനിൽ പ്രകടമായിരുന്നു. ഇനിയും വിജയങ്ങൾ തനിക്ക് താണ്ടാൻ പ്രചോദനമാവും എന്ന തിരിച്ചറിവ് കൂടിയാണിത്. സ്നേഹത്തിന്റെയും ആദരവിന്റെയും അഭിനന്ദനത്തിന്റെയും പൂച്ചെണ്ടുകൾ ഈ നടൻ സ്വീകരിക്കുമ്പോൾ ഈ ധന്യമുഹൂർത്തങ്ങൾ മായാതെ നമുക്കും ഓർമ്മയിൽ കുറിച്ചിടാം. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയും നടനുമായ ഇടവേള ബാബുവിന്റെയും സാന്നിധ്യം ഈ വിരുന്നിലുണ്ടായിരുന്നു. സ്റ്റേജിലെ വെള്ളിത്തിരയിൽ മമ്മൂട്ടിയുടെ 7 ഹിറ്റ് ചിത്രങ്ങളിലെ രംഗങ്ങളും ഗാനങ്ങളും മിന്നിമറയുമ്പോൾ വേദിയുടെ മുൻനിരയിൽ മെഗാസ്റ്റാർ ഇരുന്നു. ഈ സന്ധ്യയെ ശോഭിതമാക്കാൻ ഇതിനോടൊപ്പം യുവ സംഗീത സംവിധായകരിൽ ശ്രദ്ധേയനായ ബാലഭാസ്കറിന്റെ സംഗീത നിശയുമുണ്ടായിരുന്നു.
I'd like to invite our own RJ Jean to come on stage and give out what he is all about, because I am no person who can bring out everything in him. Good evening, ladies and gentlemen. വടക്കൻ പാട്ടിൻ്റെ കളരിപ്പെരുമകൾ കടന്ന് പുത്തൂരം വീട്ടിലെ കുത്തുവിളക്കുകളും അശ്വാരൂഢമായ പടപ്പുറപ്പാടുകളും ചന്തുവിൻ്റെ പുരുഷഭാവങ്ങൾക്ക് പുതിയ ഭാവം. പ്രാണനാരുടെ പഴങ്കഥകൾക്ക് മേൽ തിരസ്കരിക്കപ്പെട്ട മനുഷ്യന്റെ ഹൃദയരോദനം. ഇത് ചന്തു. തൊമ്മിയുടെ ആത്മാഭിമാനത്തിന്റെ ശിരസിന് മുകളിൽ എരിഞ്ഞു കത്തുന്ന അവജ്ഞയുടെയും അഹങ്കാരത്തിൻ്റെയും അരണിയിൽ കടഞ്ഞെടുത്ത ക്രൗര്യവുമായി ഭാസ്കര പട്ടേലർ നിൽക്കുന്നു. ഇത് വിധേയൻ. ഈ കഥാപാത്രങ്ങളൊക്കെ മമ്മൂട്ടി എന്ന കലാകാരൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ഉയരങ്ങളിൽ നിൽക്കുന്നവയാണ്. 1/4 നൂറ്റാണ്ടിലേറെ നീളുന്ന അഭിനയ ജീവിതത്തിൽ പിന്നെയും എത്രയെത്ര കഥാപാത്രങ്ങൾ, ഭാവങ്ങൾ ഈ കലാകാരൻ നമുക്ക് സമ്മാനിച്ചു. അമരത്തിലെ അച്ചൂട്ടി, വാത്സല്യത്തിലെ രാഘവൻ നായർ, നിറക്കൂട്ടിലെ ആർട്ടിസ്റ്റ് രവി, പാഥേയത്തിലെ ചന്ദ്രദാസ്, CBI ചിത്രങ്ങളിലെ സേതുരാമയ്യർ, ദാദാ സാഹിബിലെ സാഹിബ്, വല്യേട്ടനിലെ മാധവനുണ്ണി, കോട്ടയം കുഞ്ഞച്ചനിലെ കുഞ്ഞച്ചൻ, ഹിറ്റ്ലറിലെ മാധവൻകുട്ടി, ധ്രുവത്തിലെ നരസിംഹ മനാടിയാർ, ന്യൂഡൽഹിയിലെ GK, പൊന്തൻമാടയിലെ മാട, നായർ സാബിലെ മേജർ, സംഘത്തിലെ കുട്ടപ്പായി, ബ്ലാക്കിലെ കാരക്കാമുറി ഷൺമുഖൻ, ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബൽറാം, മൃഗയിലെ വാറുണ്ണി, സൂര്യമാനസത്തിലെ ഉറുമീസ്, രാപ്പകലിലെ ഈശ്വരമംഗലത്തെ കൃഷ്ണൻ, കാഴ്ചയിലെ മാധവൻ. യാത്ര തുടരുകയാണ്. ഇപ്പോഴത് ബെല്ലാരിയിലെ പോത്ത് കച്ചവടക്കാരനായ രാജമാണിക്യത്തിൽ എത്തി നിൽക്കുന്നു. വേഷപ്പകർച്ചകൾ ഏറെയാണ്. മലയാള സിനിമയുടെ 1/4 നൂറ്റാണ്ട് സ്ക്രീനിലെ വെളിച്ചത്തിൽ ഉയർക്കണ്ട പൗരുഷത്തിൻ്റെ 1/4 നൂറ്റാണ്ട് കൂടിയാണിത്. ഒരു നാടിനൊപ്പം, ഭാഷയ്ക്കൊപ്പം, സമൂഹത്തിനൊപ്പം വളർന്ന മലയാണ്മയുടെ പ്രിയ നടൻ വൈക്കം ചെമ്പ് PA മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി സമാനതകളില്ലാത്ത താരപ്രഭാവമാണ്. അഭിനയ മികവിന് രാജ്യത്തിൻ്റെ പത്മശ്രീ,
3 തവണ ഇന്ത്യയിലെ മികച്ച നടൻ. അംഗീകാരങ്ങളും ബഹുമതികളും വിനയാന്വിതനാക്കുന്നു ഈ അനുഗ്രഹീത പ്രതിഭയെ. മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ സിനിമയ്ക്കപ്പുറത്ത് മലയാളിയുടെ ജീവിതത്തിന്റെ കാഴ്ചകൾക്ക് സംവേദനത്തിന്റെ പുതിയ അർത്ഥങ്ങൾ സമ്മാനിക്കുന്നു. ജീവിത പരിസരങ്ങളിലും കാഴ്ചപ്പാടുകളിലും കാലത്തിന്റെ മാറിയ മുഖങ്ങളെ മമ്മൂട്ടി പ്രതിനിധീകരിക്കുന്നു. ഗുന്തർ ഗ്രാസിനെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി, എഡിൻബറോ നഗരത്തിലൂടെ ശരവേഗത്തിൽ കാറോടിക്കാൻ ആഗ്രഹിക്കുന്ന മമ്മൂട്ടി, ഫോട്ടോഗ്രാഫിയുടെ ആരാധകനായ മമ്മൂട്ടി, സാങ്കേതിക വിദ്യകളുടെ കൗതുകങ്ങളിൽ മനസ്സുറപ്പിക്കുന്ന മമ്മൂട്ടി, തനിക്ക് ചുറ്റുമുള്ള ലോകത്തിനൊപ്പം വളരുകയും പഠിക്കുവാനും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന മമ്മൂട്ടി, ഗ്രാഫിക്സിന്റെയും എഡിറ്റിംഗിന്റെയും അവസാന വാക്കായ ഫൈനൽ കട്ട് പ്രോ സ്വന്തമാക്കിയ നാന്തോസ് ചിക്കൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി. ഒരു നടന്റെ അഭ്രപാളിയിലെ ജീവിതത്തിന് വെളിയിൽ മമ്മൂട്ടി കേരളീയരുടെ ലക്ഷക്കണക്കിന് ആരാധകരുടെ മമ്മൂക്കയാണ്. തിയേറ്ററുകളിലെ മഹാവിജയങ്ങളും അംഗീകാരങ്ങളും പെരുമഴക്കാലവും കടന്ന് മമ്മൂക്ക മലയാള മനസ്സുകളിൽ നിലാമഴ പെയ്യ്ക്കുന്നു. 7 ചിത്രങ്ങളുടെ തുടർച്ചയായ മഹാവിജയങ്ങൾ ഇനിയും തുടരട്ടെ. Just a few seconds back, Chris was saying, okay, when he's going to invite all of us on stage, he's got 2 feelings in his heart. One is joy, and I was like, taken aback now, what is the second thing? And fortunately, he said it's expectation. But for us all, the expectation is the great star who's amidst all of us, the super mega star Mammootty. Congratulations to you once again, sir. And thank you so much for gathering here tonight. Have a great evening. Thank you. People say that I look like Amitabh Bachchan. But one person I really adore and admire is Mr. Mammuka. Now, we all from our heart welcome you to Dubai. We're really looking forward to see a lot of nice movies from your part. Thank you and welcome to Dubai. Thank you.
മമ്മൂക്ക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആരാധിച്ചിട്ട് നമുക്ക് സിനിമയിൽ കയറണമെന്ന് ആഗ്രഹം തോന്നുന്നത് വരെ മമ്മൂക്കയൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ അത് കണ്ട് ഞാനൊരിക്കൽ പുള്ളിയെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ബ്ലൂ മെർമെയ്ഡ്, അതാണ് മെർമെയ്ഡ് ഡേയ്സ് ഇൻ, അവിടെ വെച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ സത്യമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയി. അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് പുള്ളി പറഞ്ഞു, നിന്റെ അഭിനയമൊക്കെ നന്നാവുണ്ട് കേട്ടോ എന്ന് പറഞ്ഞത് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് മമ്മൂക്ക. അതിൽ കൂടുതൽ വലിയ അംഗീകാരം എനിക്കിനി കിട്ടാനില്ല. അത് മതി. താങ്ക്സ് എ ലോട്ട്. വാർത്തകളുമായി ഫസ്ലു എന്ന് പറഞ്ഞാൽ ദുബായിൽ കൂടുതൽ ആളുകൾ അറിയുമെന്ന് കരുതുന്നു. ചെറുപ്പത്തിൽ ആൻറ്റി പറയായിരുന്നു മമ്മൂക്കയാണ് ആൻറ്റിയുടെ ഫേവറേറ്റ് സ്റ്റാർ. പിന്നെ ആൻറ്റിയുടെ മോള് വന്നു, മോള് വളർന്നു വലുതായി ടീനേജൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പം മോള് പറഞ്ഞു മമ്മൂക്കയാണ് മോളുടെ ഫേവറേറ്റ് സ്റ്റാർ. ഇപ്പോൾ ആൻറ്റിയുടെ ഗ്രാൻഡ് ഡോട്ടർ വന്നിട്ടുണ്ട്, ആളിപ്പോൾ 10th പഠിക്കുകയാണ്, ആളും പറയുന്നത് മമ്മൂക്കയാണ് ഫേവറേറ്റ് സ്റ്റാർ. ഇനി ഒത്തിരി ഒത്തിരി തലമുറകൾ മമ്മൂക്ക ഫേവറേറ്റ് സ്റ്റാർ ആണെന്ന് പറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. I'd request Riyaz to come on stage, please. And another person without whom we are not here, Mr. Ajit Menon. We really are very happy to have him amongst us as a fatherly figure. ഈ ഒരു സായാഹ്നം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇത്രയും വലിയ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ നടൻ എന്ന് പേര് കേട്ട മമ്മൂക്കായോടൊപ്പം സന്തോഷം. എനിക്കും എല്ലാവരും പറഞ്ഞ പോലെ മമ്മൂക്കയ്ക്ക് എല്ലാവിധ ആശംസകളും നേരാനേ കഴിയുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അവസരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം ആദ്യമായിട്ട് ഒരു മെഗാസ്റ്റാറിനോടൊപ്പം ഈ ഇത്രയും വലിയൊരു സെലിബ്രേഷൻ പങ്കുകൂടുക എന്ന് പറയാം, ഇതിനകത്തൊരു ഭാഗമാകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്കൊരു വലിയ കാര്യമാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഐ എം ഷുവർ ഓൾ ഓഫ് യു ഔട്ട് ഹിയർ വുഡ് എൻജോയ് യുവർ ഈവനിങ്. വൺസ് അഗൈൻ എ വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു ആൻഡ് യെസ് മമ്മൂട്ടി, ഓൾ ദി ബെസ്റ്റ്. Good evening. എനിക്ക് വളരെ പരിചയമുള്ള സ്ഥലമാണ് ദുബായ്. ഏകദേശം around 13-14 years of experience in Dubai. I've been visiting for at least once in 3 months. So I have almost become a Pravasi like you. I feel very happy to be here in this evening before you all. Not all of the UAE crowd, but
fortunately selected people. But actually, it's not me celebrating it. It's you celebrating my success. And I thank you for all the love you have bestowed upon me. എല്ലാ സ്നേഹങ്ങൾക്കും എല്ലാ വാത്സല്യങ്ങൾക്കും. ഏകദേശം 25 വർഷമാവുന്നു, 25 വർഷം കഴിയാറാവുന്നു ഞാൻ സിനിമയിൽ വന്നിട്ട്. ഇത്രയും കാലം നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ സിനിമകളെ ഇഷ്ടപ്പെടുകയും ഒരു പരിധിവരെ എന്നിൽ നടനെ താലോലിച്ച് വളർത്തുകയും ചെയ്ത എല്ലാ മലയാളം അറിയാവുന്ന മലയാളി സുഹൃത്തുക്കൾക്കും മലയാളി പ്രേക്ഷകർക്കും മലയാള സിനിമയുടെ ആരാധകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇതെൻ്റെ ആഘോഷമല്ല. ഞാൻ വിജയങ്ങൾ ആഘോഷിക്കുകയില്ല, ആഘോഷിക്കാൻ ഭയപ്പെടുന്ന ഒരാളാണ്. ഒരു വിജയം ആഘോഷിക്കുന്നതോടൊപ്പം മറ്റൊരു വിജയത്തിന് വേണ്ടിയുള്ള മറ്റൊന്നുകൂടെ വിജയിപ്പിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിനിടയ്ക്ക് ഈ ആഘോഷങ്ങൾ ഞാൻ മറന്നു പോകുന്നു. പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാം ആഘോഷിക്കുന്നതിനാണ് ഏറ്റവും വലിയ സന്തോഷം. വളരെ വളരെ നന്ദി ഈ ഒരു സായാഹ്നം ഒരുക്കിയ എല്ലാവർക്കും. വിജയങ്ങളൊന്നും ആഘോഷിക്കേണ്ടവയാണ്, പക്ഷെ അതെങ്ങനെ എന്നുള്ളത് നാം തന്നെ തീരുമാനിക്കണം. നമുക്ക് സ്വകാര്യമായിട്ട് ആഘോഷിക്കാം, പക്ഷെ അതിനൊരു പൂർണ്ണത ഉണ്ടാവില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടൊപ്പം നമ്മൾ വിജയങ്ങൾ ആഘോഷിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്, നിറപ്പ് കിട്ടാറുന്നതാകുന്നത്. 7 സൂപ്പർ ചിത്രങ്ങളുടെ വിജയാഘോഷമായ മമ്മൂട്ടി ഹിറ്റ് പരേഡിന് വേണ്ട സഹായവും പ്രോത്സാഹനവും നൽകിയ ദുബായ് ഗവൺമെന്റ്, ദുബായ് മുനിസിപ്പാലിറ്റി, ദുബായ് പോലീസ് എന്നിവരോട് ഹിറ്റ് എഫ്എമ്മിന്റെ പേരിലും ആഡ്വയുടെ പേരിലും ഞാൻ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. പക്ഷേ എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത് നിങ്ങളോടാണ്, ലക്ഷക്കണക്കിന് വരുന്ന മമ്മൂട്ടിയുടെ ആരാധകരോട്. നന്ദി.